നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് പ്രധാനമായിട്ടും പത്രധർമ്മത്തെക്കുറിച്ചാണെങ്കിലും ഒരു ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ഒരു കാര്യമല്ല, അത് പല സംവിധാനങ്ങൾ ചേർന്നാണ് ഒരു ഭരണം വരുന്നത്. എവിടെയാണ്? ഒരു സമൂഹത്തിന് സമാധാനപൂർവം ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭരണ സംവിധാനം എന്ന് പറയുന്നത്. സാമൂഹ്യ ജീവികൾക്ക് ഒരു സംവിധാനം വേണം, അല്ലെങ്കിൽ അവർക്ക് സമൂഹമായിട്ട് ഒരു യോജിച്ചു പോകാൻ പ്രയാസം വരും. അതിന് ഇന്ന ക്രമീകരണങ്ങൾ സ്വയം സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു കോംപ്രമൈസ്. നമ്മൾക്ക് കൈവീശാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അടുത്ത് നിൽക്കുന്നയാളുടെ മൂക്ക് വരെ എത്താൻ പറ്റുള്ളൂ, മൂക്കെ തൊടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു കോംപ്രമൈസ്. ആ കോംപ്രമൈസ് എത്രയധികം നമ്മൾക്ക് ഉള്ളിൽ ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥ. സമൂഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നദി ഒഴുകുന്നത് പോലെ ഒരു ഒഴുക്കായിട്ടാണ് സമൂഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാമൂഹ്യ പുരോഗമനത്തിനായിട്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കണം. അല്ലാതെ പല 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 സംസ്കാരങ്ങൾ ഉള്ള യൂണിറ്റുകളാണ് ഒരു സമുദായമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ കലഹങ്ങൾക്കല്ലാതെ നമുക്ക് ഒരു സമാധാനപൂർവമായിട്ടുള്ള ഒരു പുരോഗമനം സമൂഹത്തിനുണ്ടാകുകയില്ല. അത് എത്രയാണെങ്കിലും അതിന് പ്രകൃതി അനുവദിച്ച് തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് സ്വാർത്ഥത. സ്വാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു ഗുണമായിട്ടാണ് പ്രകൃതി ജീവജാലങ്ങൾക്ക് സ്വാർത്ഥത. ജീവജാലങ്ങൾക്ക് എന്ന് പറയാൻ കാര്യം അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. സ്വാർത്ഥത ജീവജാലങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ ജീവനുണ്ടെന്ന് പറയുന്നതും ഇല്ലെന്ന് പറയുന്നതും ഒക്കെ നമ്മളുടെ അറിവിന്റെ അനുസരിച്ചിട്ടാണ്. നമ്മളുടെ അറിവിന്റെ മേഖലയിൽ പെടാത്തതിനെയൊക്കെ നമ്മൾ കണക്ക് കൂട്ടാറില്ല. അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതിനെയൊക്കെയാണ് നമ്മൾ സൃഷ്ടികൾ എന്ന് പറയുന്നത്. ആ സൃഷ്ടികളിൽ തന്നെ നമ്മൾ പല കാറ്റഗറിയായിട്ട് തിരിച്ച് ഒക്കെ നമ്മളുടെ ആ തിരിക്കുന്നതൊക്കെ എന്താണ്? എല്ലാ പിരിവുകളും നമ്മളുടെ അറിവില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അറിവിന്റെ ഏരിയ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വം കൃത്യമായിട്ട് വരും. അതിന്റെ ഏരിയ കുറയണം. നമുക്കൊരു ഉദാഹരണത്തിന് ഒരു പേപ്പർ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് സൈസ് പേപ്പറാണ് വേണ്ടതെന്ന് ചോദിക്കും. A4 ആണോ, A3 ആണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഓരോ ക്രമീകരണങ്ങളുണ്ട് ആ പേപ്പറിന്. അതുകൊണ്ട് പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞാൽ സാധ്യമല്ല. ഏത് പേപ്പർ എന്ന് നമ്മൾ അതിന്റെ ഏരിയ നിശ്ചയിക്കണം, മുറിച്ചെടുക്കണം. A4 സൈസാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് എഴുതാനായിട്ട് എന്നുള്ളത് കൊണ്ട്
ഒരു പേപ്പർ തരുമെന്ന്, പേപ്പർ ഉണ്ട് എഴുതാൻ. ഉടനെ എഴുതാൻ എന്നെങ്കിലും പറയണം. അല്ലെങ്കിൽ പൊതിയാൻ എന്ന് പറഞ്ഞാൽ അതല്ല കൊടുക്കുക. പൊതിയാനുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ വേറെയാണ്, എഴുതാനുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ വിരിച്ചു കിടക്കാൻ ഒരു പേപ്പർ കിട്ടിയിരുന്നേ കൊള്ളാന്ന് പറഞ്ഞാൽ ഈ പേപ്പർ അല്ല കൊടുക്കുക. അപ്പോൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്തു കൊടുക്കാൻ സാധ്യമല്ല. അതിൻ്റെ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഏത് പേപ്പറാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ സാന്ദർഭികമായിട്ട് അതിന്റെ ആവശ്യം നമ്മളുടെ ഒരു കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരത്തിന് ഉപയുജ്യമായിട്ടുള്ള ഒരു കഷ്ണം പേപ്പർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ കൊടുക്കാൻ പറ്റില്ല, പേപ്പറിന്റെ ഒരു അംശം. എന്താണ് അങ്ങനെ പറഞ്ഞത്? പേപ്പർ എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പറുണ്ട്, എഴുതുന്ന പേപ്പറുണ്ട്, ഹാർഡ് ബോർഡ് ഉണ്ട്, വേറെ വിധത്തിലുള്ള പാക്കിംഗ് ഉപയോഗിക്കുന്ന കൊറിഗേറ്റഡ് പേപ്പറുണ്ട്. ഇങ്ങനെ പേപ്പറുകൾ തന്നെ പല വിധത്തിലുണ്ട്. ആ പേപ്പറുകൾ തന്നെ എങ്ങനെയാണ്? അതിന്റെ പേപ്പർ എന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ ഏതളവ് എന്നറിയാൻ പാടില്ലാത്ത കാരണം അത് വിശാലമായിട്ടിരിക്കും. വിശാലമായിട്ടുള്ളതിനെ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ പേപ്പർ പല വിധത്തിലുള്ളതാണെങ്കിൽ പോലും, അത് പല വിധത്തിൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട്. ഇതിനെ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിഭാഗങ്ങൾക്ക് പോലും എന്താണ് ബൗണ്ടറി ഇല്ലാതെ കിടക്കാണ്. ഇവിടെയുള്ള പേപ്പറിന് അമേരിക്കയിലുള്ള പേപ്പറുമായിട്ട് ഭാഗിച്ചെടുത്താൽ മാത്രമേ പേപ്പർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അമേരിക്കൻ ഇതൊന്നും പറയണ്ട. നമ്മളുടെ വീട്ടില് ഒരു പേപ്പർ സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? അത് എവിടെ വെച്ചെങ്കിലും മുറിച്ചെടുത്ത് നമുക്ക് നീട്ട് എത്ര വേണേ ചുരുട്ടിയേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മുറിവില്ലാതെ, ഒരു ബൗണ്ടറി ഇല്ലാതെ ഒരു പേപ്പർ എന്ന് പറഞ്ഞതിന് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര വലിയ പീസാണ് എടുക്കണമെങ്കിലും അത് പേപ്പറല്ല, എ പീസ് ഓഫ് പേപ്പറാണ്. ഇതെന്തിനാ ഇത്രയൊക്കെ ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇത്രയൊക്കെ ഇതായിട്ട്? പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പർ, അത് മുറിച്ചെടുത്താലും മുറിച്ചെടുത്തില്ലെങ്കിലും പേപ്പറല്ലേ. ഒരു പീസ് ഓഫ് പേപ്പറും തമ്മിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് സാധാരണ മനസ്സിലാകില്ല പറഞ്ഞു കേട്ടാൽ. അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാലേ അത് മനസ്സിലാവുകയുള്ളൂ. എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെങ്കിലും അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ വ്യത്യാസം മനസ്സിലാകാത്തത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കടല് കാണാൻ നമ്മളെല്ലാരും കൂടി പോകുമ്പോൾ കുഞ്ഞിന് പനിയായിരുന്നു, അവനെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവനിവിടെ വേറൊരാളെയും കൂടി ഏർപ്പെടുത്തി, അവനെ നോക്കാൻ ഏർപ്പെടുത്തി, കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് നമ്മൾ കടല് കാണാൻ പോകുന്നു പറഞ്ഞു പോയി. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ അതിന്റെ ഒരു സാമ്പിൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോയത്. ആ കടലിൽ നിന്ന് പോരുമ്പോൾ അവിടുന്ന് ഒരു കടലിന്റെ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്തു. എങ്ങനെ? ഒരു കുപ്പിയുടെ ആകൃതിയിൽ മുറിച്ചെടുത്തു. ഇങ്ങോട്ട് ഇവനെ കാണിക്കണ്ടേ? അതിന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഇവനെ കാണിക്കുന്നത് കടലാണോ അല്ലയോ? അത് നമുക്ക് ആ കടലിന്റെ സൂക്ഷ്മതയിലേക്ക് കാണുന്നത് കാരണം നമുക്ക് വളരെ വലിയ വ്യത്യാസത്തോടെ മനസ്സിലാകും. ആ കടലെന്ന് നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ആ തിരമാലകളുടെ വരവും പോക്കിനെയാണ് നമ്മൾ വാസ്തവത്തിൽ കടൽ എന്ന് വിചാരിക്കുന്നത്. അത് എങ്ങനെ കണ്ടുകൊണ്ടാണ്? കടലിന്റെ വലിപ്പം അത്ര വലുതും നമ്മൾ കാണുന്ന ഭാഗം അത്ര ചെറുതുമായത് കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പേപ്പർ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നത് പോലെ കാണുമ്പോഴാണ് നമ്മൾ പേപ്പർ എന്ന് മനസ്സിലാക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? അതാണോ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ? അല്ല. ഇതാണ് വ്യത്യാസം. ഒരു രക്തത്തുള്ളി നമ്മൾ കണ്ടു. അത് രക്തത്തുള്ളി നമ്മൾ കാണുന്നത് പോലെയാണോ ഡോക്ടർ പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയിട്ട് പറയുമ്പോൾ ഈ നമ്മൾ കണ്ട രക്തത്തുള്ളിയാണോ അവിടെ കാണുന്നത്? അല്ല. അപ്പോൾ പീസുകൾ
ആയിട്ട് മുറിച്ചു കഴിഞ്ഞാൽ എത്ര ഭാഗം, ഏത് സാധനത്തിന്റെ എത്ര ഭാഗം എങ്ങനെ ഏത് സന്ദർഭത്തിൽ കാണുന്നു എന്നനുസരിച്ചിട്ടാണ് അതിന്റെ സ്വഭാവം മാറി 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 നമുക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലുള്ള പഠനം കൊണ്ട് അതിന്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കണതെന്ന് വിചാരിച്ചാൽ അത് 100% തെറ്റാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമൂഹത്തിന് ജീവിക്കണമെങ്കിൽ, എങ്ങനെ ജീവിക്കണമെങ്കിൽ, സമാധാനപൂർവം ജീവിക്കണമെങ്കിൽ അതിന് പല വിധത്തിലുള്ള കോംപ്രമൈസുകളിലൂടെ നിലവിലുള്ള സംസ്കാരത്തിനനുസരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ നിയമാവലികൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നിയമാവലികൾ എന്ന് പറയാൻ കാര്യം, ഒരു കാര്യത്തിലുള്ള കോംപ്രമൈസ് പോരാ, നിരവധി കാര്യങ്ങൾക്ക് ഓരോരുത്തരും അനുവർത്തിക്കേണ്ടതായിട്ടുള്ള പരിധി നിശ്ചയിച്ച് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി കഴിഞ്ഞാലേ ജീവിതം എന്നുള്ള ഒരു സാമൂഹ്യ ജീവിതം എന്നുള്ള ഒരു കാര്യം സാധ്യമാകൂ. അതിന് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു വരദാനമാണ് സ്വാർത്ഥത. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ആ ഒരു സൃഷ്ടിക്ക് എങ്ങനെയാണ് സന്തോഷപൂർവം സന്തോഷമുണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുന്നതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. എനിക്ക് സന്തോഷമുണ്ടാകാൻ എന്റെ എന്നുള്ളൊരു സ്വാർത്ഥതയുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കുമ്പോൾ ആ വേദന സഹിക്കാനും എന്റെ എന്നുള്ള ആനന്ദം, എന്റെ എന്നുള്ള ആനന്ദം, അതിനെയാണ് നമ്മൾ സ്വാർത്ഥത എന്ന് പറയുന്നത്. എന്റെ എന്നുള്ള സ്വാർത്ഥത അത് ഉണ്ടാകുമ്പോൾ പ്രസവിക്കുമ്പോഴുള്ളാകുന്ന വേദന സഹിക്കാനും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ സഹിക്കുന്ന നമ്മളുടെ ആ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അതിന് വേണ്ടി വരും, ക്ഷമ കുറെ വേണ്ട, അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള ശക്തി എന്റെ എന്നുള്ള ഒരു സ്വാർത്ഥതയിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലാതെ നാട്ടിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ വളർത്താനായിട്ട് നമുക്ക് ശമ്പളവും തന്ന് വച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കുഞ്ഞിനെ വളർത്തുന്ന പോലെ ആനന്ദത്തോടു കൂടി വളർത്താൻ പറ്റില്ല. അത് കാശ് കിട്ടും എന്നുള്ള ഒരു കാര്യം കൊണ്ടല്ല, അല്ലാണ്ട് എന്റെ എന്ന് തോന്നുമ്പോഴുള്ളതല്ല. എന്റെ എന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന ശക്തി നമുക്ക് ഏതെങ്കിലും നേടിയെടുക്കാൻ കുറച്ച് കാശ് കിട്ടും എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ശക്തിയുടെ അതുപോലെയുള്ള ഇതിനേക്കാൾ വളരെ വലിയ ശക്തിയാണ്. കാശ് തരാം, കാശ് കിട്ടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ശക്തി കിട്ടും, സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള. അതുകൊണ്ടാണ് നമ്മളുടെ മേലുദ്യോഗസ്ഥർ പറയുന്നതൊക്കെ കേട്ട് നമ്മൾ ഓച്ചാനിച്ച് നിന്ന് അതൊക്കെ കേട്ടു പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം ശമ്പളം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവരാരും പറയുന്നത് കേട്ട് ജീവിക്കാനൊന്നും നമ്മൾ തയ്യാറാകില്ല. അപ്പോൾ എന്തെങ്കിലും നേടും എന്ന് പറയുന്നതിന്റെ പിന്നിലും എന്താണ്, അത് നേടുന്നത് വരെ നമ്മുടെ അല്ല, നേടിക്കഴിഞ്ഞാൽ അത് എന്റെയാവും. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഒരു അടിസ്ഥാന തത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് സ്വാർത്ഥത. സ്വാർത്ഥത അർത്ഥം സ്വം, എന്റെ ആകണം. എന്ത് കാര്യമാണെങ്കിലും അത് എന്റെ ആക്കാനുള്ള ഒരു ശ്രമത്തിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. നേടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാറ് നേടി എന്ന് പറഞ്ഞാൽ കാറ് നമ്മുടെ ഉള്ളിലേക്ക് കഴിച്ചു കയറ്റിയല്ല, അത് എന്റെ അധികാര പരിധിയിൽ കൊണ്ടിട്ടാ മതി. അപ്പോൾ അത് എന്റെയായി. അതിനെന്ത് വേണം? എന്റെ അധികാര പരിധിയിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് ചില നിയമങ്ങൾ വേണം. അല്ലാണ്ട് ഞാൻ ഇവിടെ കൊണ്ട് പിടിച്ചു മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടിട്ടു, ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണം ചെയ്ത് വേറൊരുത്തിന് എടുത്തോണ്ട് പോയി, പിന്നെ എനിക്കത് കിട്ടുകയില്ല എന്ന് വെച്ചാൽ അവൻ കൊണ്ടുപോയില്ലേ. അതുകൊണ്ടാണ്
എൻ്റെ എന്നുള്ളത് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു നിയമത്തിന്റെ കോംപ്രമൈസ് ഉണ്ടാക്കണം. അത് ഉണ്ടായിക്കഴിഞ്ഞാല് ഈ സ്വാർത്ഥത നമുക്ക് ഒരു പരസ്പര പൂരകമായിട്ട് ഒരു കോംപ്രമൈസ് പോലെ സാധിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംസ്കാരം വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ആ സംസ്കാരവും ആ സംസ്കാര പാലനവും നിയമപാലനവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതെല്ലാം കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ ശരിക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നീണ്ടു പോയാൽ നിങ്ങൾക്ക് പറഞ്ഞതുപോലും മനസ്സിലാകാതെ വരും. അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ സ്വാർത്ഥതയുടെ ശക്തി, സ്വാർത്ഥതയുടെ ആ എത്ര മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള അത്രയധികം വൈശാല്യം ഓരോ വാക്കുകൾക്കുമുണ്ട്. അത് നമുക്ക് മനസ്സിലായി എന്ന് തോന്നണമെങ്കിൽ നമ്മളുടെ അവഗമന ശക്തിക്കനുസരിച്ച് ചെറുതാക്കി മുറിച്ചെടുക്കണം. ആ വലിപ്പ ചെറുപ്പം ഓരോരുത്തരുടെയും വ്യത്യസ്തമായതുകൊണ്ടാണ് ആശയങ്ങൾ തമ്മിൽ പോലും വ്യത്യാസം വരുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ മനസ്സിലാക്കി കഴിയുമ്പോഴേ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഇത് മതി. ഓം നമഃ ശിവായ.